അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ ബി സി ഇവയുടെ ആകെ പ്രായം 185 അതേപോലെ എയുടെ ഇരട്ടിയാണ് ബിയുടെ പ്രായം. അതേപോലെ എയേക്കാൾ 17 വയസ്സ് കൂടുതലാണ് സിക്ക്. എങ്കിൽ സിയുടെ പ്രായം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 42, 64, 59, 84. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ നമ്മൾ തന്നിരിക്കുന്ന ഈ സംഭവം ഡാറ്റാസ് എടുത്തേണം. ഡാറ്റാസ് എടുത്ത് വെറുതെ എടുത്ത് എഴുതല്ല, ഒരു മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. അതായത് നമുക്ക് ആദ്യം തന്ന സെൻറ്റൻസിൽ എ ബി സി ഇവിടെ ആകെ പ്രായം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതായത് എ ബി സി ഇവരുടെ ആകെ പ്രായം 185. ഇനി അടുത്തത് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയുടെ ഇരട്ടിയാണ് ബിയുടെ പ്രായം. അതായത് എയുടെ ഇരട്ടിയാണ് ബിക്ക്. അതായത് ഇവിടെ എയുടെ പ്രായം നമുക്ക് അറിയണില്ല, അതുകൊണ്ട് നമ്മളിവിടെ എനെ എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ബി എന്തായിരിക്കും? 2x, കാരണം ഇരട്ടിയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിട്ടാ? എ ആണ്. ഇനി സിക്ക് എന്തിട്ടാ? എക്സിനാട്ടും 17 കൂടുതലാണ്. എക്സിനാട്ടും അതായത് എനാട്ടും 17 കൂടുതലാണ്. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഡാറ്റാസ് നമ്മൾ എടുത്ത് എഴുതിയത്. ഇനി നമുക്ക് ഇത് വെച്ച് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്തിട്ടാണ്? എക്സ്. അപ്പോൾ എക്സ് എടുത്ത് എഴുതി. എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2x. ഇനി സി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 7. ഇതെല്ലാം കൂട്ടിയാൽ എന്താണ്? 185. അത് കഴിഞ്ഞ് നോക്കി ഈ എക്സും 2x ആക്കി എഴുതി. അപ്പോൾ ഇവിടെ എക്സും 2x കിട്ടി. ഇവിടെ എക്സും എസ് സ്ക്വയർ എന്താ വരാണ്ടിരുന്നതെന്ന് ചിലപ്പോൾ ഡൗട്ട് വരും. അതായത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എക്സും ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ, അതേപോലെ എക്സ് പ്ലസ് എക്സ് ആണ് 2x. അപ്പോൾ ഇവിടെ എക്സും 2x ആയി. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു 2x ഉണ്ട്, അതങ്ങനെ എടുത്ത് എഴുതി. പിന്നെ പ്ലസ് 70 എന്നുള്ളത് അതും എടുത്ത് എഴുതി. അതെല്ലാം കൂട്ടിയാൽ എത്രയാണ്? 185. ഇനി ഈ 2x എത്രയായി? 4x പ്ലസ് 17 ഈക്വൽ ടു 185. ഇനി ഇതിൽ നമുക്ക് എക്സ് മാത്രം കണ്ടെത്തണം. അപ്പോൾ അതിനുള്ള ബാക്കി എല്ലാ സാധനങ്ങളും ഈക്വൽറ്റിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകണം. അതായത് 4x ഞാനിവിടെ നിർത്തി, 185 ഇവിടെ ഉണ്ട്, 17 ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈ പോസിറ്റീവ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ -17. അപ്പോൾ 185 17 കുറയ്ക്കാം. അപ്പോൾ 185 മൈനസ് 17 168. അപ്പോൾ 168 കിട്ടി. അതായത് 4x 168. ഇനി എക്സ് ആണ് കണ്ടുപിടിക്കണ്ടല്ലോ, അപ്പോൾ 4ന് അപ്പുറത്ത് കൊണ്ടുപോകണം. ഇവിടെ എന്തൊട്ട് എഴുതിയാണ്? 4 ഇൻറ്റു എക്സ് ആണ്. അതായത് ഈ ഇൻറ്റു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. അതായത് എക്സ് ഈസ് ഇക്വൽ ടു 168 ഡിവൈഡഡ് ബൈ 4. അതായത് 168 ഹരിക്കണം 4 40. അതായത് എക്സ് ഈസ് ഇക്വൽ ടു 42. ഈ 42 ആണ് വയസ്സെന്ന് പറയണത് തെറ്റാണ്. 42 എന്ന് കിട്ടിയത് എന്താണ്? എക്സിൻ്റെ വാല്യൂ ആണ്. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? സിക്ക് നമ്മൾ എന്തൊരു ഇക്വേഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്? എക്സ് പ്ലസ് 17. അതായത് എക്സിന് എത്ര നമുക്ക് കിട്ടി? 42 പ്ലസ് 17. ഇനി 42 പ്ലസ് 17 എത്ര നോക്കിയേ? 42 പ്ലസ് 17 59. നമുക്ക് ഉത്തരം കിട്ടി 59. അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ആണ് നമ്മുടെ ഉത്തരം.